ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോമ്പ് തുറയൊക്കെ ആകുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ മുഖമൊക്കെ നല്ല കരുവാളിച്ചിരിക്കുകയല്ലേ, ആ കരുവാളിപ്പൊക്കെ ഒന്ന് മാറുന്നതിന് ഇത് ദിവസം ഒന്ന് കുടിച്ചാൽ മതി, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി നമ്മളെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളറിലെ ആ ഒരു ക്യാരറ്റല്ല എടുത്തിരിക്കുന്നത് കേട്ടോ, ലൈറ്റ് റെഡ് കളറിലെ ക്യാരറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിലടിക്കുന്നത് വരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതപ്പോൾ വേവിച്ചെടുത്ത് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചിട്ട് ആ വെള്ളം കൂടിയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ബദാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അതിലെ ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല. ഞാനിവിടെ ഒരു 10 എണ്ണത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് കുതിർത്തിട്ട് കുരു കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്താണോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച് ആറിയ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുക കേട്ടോ. നല്ലതായിട്ട് നമ്മൾ വേവിച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചിത് ആ ബൗളിൽ ഒഴിച്ചു കൊടുത്ത് കൂടെ തന്നെ കുറച്ച് ചിയാ സീഡ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തണുക്കാത്ത പാൽ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല തണുത്ത പാലാണെങ്കിൽ ഈ ഐസ് ക്യൂബിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. വളരെ വേഗം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഒരു തിളക്കമൊക്കെ ഉണ്ടാകും കേട്ടോ. ആ കരിവാളിപ്പൊക്കെ മാറി. ഇപ്പം നല്ല ചൂടല്ലേ, ഈ ചൂട് സമയത്ത് ഇതുപോലെ ജ്യൂസ് ക്യാരറ്റൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്, വിലക്കുറവ് കിട്ടുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും നോയമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയമല്ലേ, സ്ഥിരമായിട്ട് ഈ ഒരു ജ്യൂസ് തന്നെ കുടിച്ച് നോക്കുക. നിങ്ങൾക്ക് നോയമ്പൊക്കെ കഴിയുമ്പോഴേക്കും നല്ല തിളക്കവും നല്ല ഒരു ഉന്മേഷവും ഒക്കെ കിട്ടുന്നതായിരിക്കും. വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. താങ്ക്